ശ്രീ കാവാലം ശശികുമാർ, ഈ സമരത്തിന് പിന്നിൽ നേരിട്ട് ചോദ്യത്തിലേക്ക് പോവുകയാണ്, ഈ സമരത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? ആദ്യം തന്നെ ഇങ്ങനൊരു പരീക്ഷ, 20 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷ, ആ പരീക്ഷയിൽ ചില പോരായ്മകളുണ്ടായ സാഹചര്യത്തിൽ അത് പുനഃപരീക്ഷ നടത്തേണ്ടി വന്നു. അത് വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായ മാനസികമായ, സാമ്പത്തികമായ ഒക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളിൽ അതിൽ നമുക്കും അതിൻ്റേതായ ഒരു വിഷമം അതിൻ്റെ ഭാഗത്തുണ്ട്. ഇതുകൂടാതെ ഈ നീറ്റ് പരീക്ഷയുടെ ഫലം അത് അനുകൂലമായിരുന്നു, രണ്ടാമത് വീണ്ടും എഴുതേണ്ടി വരുന്നു, അപ്പോഴുണ്ടാകുന്ന സംഘർഷം, ആ മനസ്സംഘർഷത്തിൻ്റെയൊക്കെ ഭാഗമാണെന്ന് തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന, അതൊക്കെ കൃത്യമായിട്ടത് പരിശോധനയൊക്കെ നടത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ജീവിതം നഷ്ടമായ ചില കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ആത്മാവിന് ശാന്തി, അവരുടെ രക്ഷിതാക്കൾക്ക് മനഃശാന്തി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന. അത് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ ഭരണമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ല. അതിലെല്ലാ രക്ഷിതാക്കൾക്കും, വിദ്യാർത്ഥികൾക്കും, സാമാന്യ ജനങ്ങൾക്കും ഉണ്ടാവേണ്ട ഒരു വിഷമമുണ്ട്. ആ വിഷമം ശരിയാണ്. പക്ഷേ ചോദ്യം, ഇതാദ്യമായിട്ടാണോ ഇന്ത്യയിൽ ഇങ്ങനൊരു മത്സര പരീക്ഷയ്ക്ക് ഈ തരത്തിലുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുന്നത്, ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്, ചോദ്യം ആവർത്തിക്കുന്നത്, ചോദ്യത്തിൽ പിശകുണ്ടാകുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള, ഏത് ചെറിയതും വലുതുമായ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ആദ്യമായിട്ടല്ല. അതിനൊരു കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ധാരാളം സംഭവങ്ങളുണ്ട്, എത്രയോ കാലമായി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ PSC, ഒരു ചെറിയ സംസ്ഥാനത്തെ, ആ സംസ്ഥാനത്ത് നടക്കേണ്ട മത്സര പരീക്ഷകൾ, ആ പരീക്ഷകൾ നടത്തുന്ന PSCക്ക് പ്രശ്നങ്ങളില്ലേ ഉണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ PSCയെക്കുറിച്ച് ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതെല്ലാം എത്രയോ പരീക്ഷകൾ PSC തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ട്, മാറി പൊട്ടിച്ചതുണ്ട്, ചോദ്യം തെറ്റിയതുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ വലിയ പരീക്ഷയും ഇതിനെയും താരതമ്യം ചെയ്യില്ല. പക്ഷേ ചെറിയ പരീക്ഷയാണെങ്കിൽ പോലും അതും കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ പരീക്ഷ, വലിയ തോതിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരീക്ഷയിലുണ്ടായ ചെറിയ അബദ്ധങ്ങൾ പോലും അത് നമുക്കങ്ങനെ എന്താ പറയുക, ന്യായീകരിക്കാനോ അത് ശരിയാണെന്നോ ഒന്നും പറയാൻ പറ്റുന്നത് അല്ല. ഒന്ന്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീറ്റ് പരീക്ഷയുടെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബഹളങ്ങൾക്കിടയിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീറ്റ് പരീക്ഷ രണ്ടാമത് കുറ്റമറ്റ രീതിയിൽ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കി പരീക്ഷ നടത്തി അതിൻ്റെ ഫലവും പുറത്തു വന്നു. ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിൽ അതിലെ 1ാം റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിയുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത്, എനിക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, നല്ല മാർക്ക് അതിന് കിട്ടും നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും രണ്ടാമത് നടത്തിയ പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് കിട്ടിയ ഒരു സമയം കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എഴുതി. അതുകൊണ്ട് എനിക്ക് 1ാം റാങ്കിൽ എത്താൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന മാർക്കിൽ നിന്ന് ഏതാണ്ട് 15ഓളം മാർക്ക് എനിക്ക് കൂടുതൽ ലഭിച്ചു. ഇതെല്ലാ കുട്ടികൾക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു മനസ്സാന്നിധ്യം ഉണ്ടാവണമെന്നില്ല. ഇതിൽ മത്സര പരീക്ഷയാണ്, ഇതിനകത്ത് ജ്ഞാനമുണ്ട്, ആ സമയത്തെ മനസ്സാന്നിധ്യമുണ്ട്, അതിനകത്ത് ഭാഗ്യം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരുപക്ഷെ റാങ്കോ അല്ലെങ്കിൽ ആ പരീക്ഷയിൽ കടന്നുകൂടുകയോ ചെയ്യുന്നത്. ഇതിന് ധാരാളം പഠിക്കാൻ വേണ്ടിയുള്ള ചിലവുകളുണ്ട്. അതെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത്. ആ കുട്ടിയുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല എന്നുള്ളതും ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷേ ഇതിനെ എവിടെയാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഭവമായി മാറിയത്? ഇത്രയും വലിയൊരു വിവാദമാവുകയോ ആക്രമണത്തിലേക്ക് എത്തുകയോ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ തിരിക്കുകയോ അസ്വസ്ഥതപ്പെടുത്തുകയോ ചെയ്യുന്നൊരു സംഭവമായി മാറിയത് എങ്ങനെയാണ്, എന്താണ്, ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഉള്ള ചോദ്യവും നമ്മൾ ആ ഉത്തരം കാണേണ്ട ഒരു ചോദ്യവും അതാണ്. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, അത് നിരാഹാരം പോലെയുള്ള, നമ്മൾ പറയല്ലോ ഗാന്ധി മാർഗ സമരം എന്നൊക്കെ പറയുന്നത്, നിരാഹാരം പോലെയുള്ള സമരത്തിലേക്ക് ആണ് ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് അക്രമത്തിൻ്റെ പാതയിലായി. മാവോയിസ്റ്റുകൾ പോലും നടത്തുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള ചില ആക്രമണങ്ങൾ ഭാഗത്തുണ്ടായി. അങ്ങനെ ഇതിപ്പോൾ വലിയ ചൂടേറിയ വിഷയമായിരിക്കുന്നു. പാർലമെൻറ്റിലെ പോലും സ്തംഭിപ്പിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ്. ഒന്ന്, ഈ പാർട്ടി രൂപീകരിച്ചത്, ഈ സംഘടന രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാന പ്രശ്നം നമ്മളെല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ് നടത്തിയ പരാമർശത്തിനോടുള്ള വിയോജിപ്പ്
അത് ഈ തൊഴിൽ നേടുന്ന യുവാക്കൾ ആ യുവാക്കളെ പരിഹസിക്കുന്നതും അപഹസിക്കുന്നതുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു സംഘടന. ആ സംഘടനയുടെ തുടക്കത്തിന് മുമ്പ് തന്നെ, അത് ഓപ്പറേറ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചു, ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയി, എങ്കിൽ ഞാനത് പിൻവലിക്കുന്നുവെന്ന് ആ ജഡ്ജി പറയുകയും ആ പ്രശ്നം അവിടെ തീരുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ തീർന്ന ആ ഇഷ്യൂവിനെ അവിടെ കൊണ്ട് നിർത്താതെ ഈ പാർട്ടി എന്തോ പുതിയ സംവിധാനമാണ്, ഭാരതത്തിൻ്റെ ഭരണം പിടിക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനമോ വ്യാമോഹമോ ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ അത് ഈ നീറ്റ് പരീക്ഷയിലേക്ക് ആ വിഷയം തിരിച്ചുവിട്ടു. ഞാൻ പറഞ്ഞത് ആദ്യം ഈ എന്ത് ലക്ഷ്യത്തിലാണോ ഈ സംഘടന തുടങ്ങിയത്, ആ സംഘടനയുടെ ഫസ്റ്റ് മാറ്റം അവിടെ സംഭവിച്ചു. അത് നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തണം, അതിനകത്ത് കുറ്റക്കാരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അത് മാറിയിട്ട് അതിന് വകുപ്പ് മന്ത്രിയെ സ്ഥാനത്തുനിന്ന് മാറ്റണം, രാജിവെക്കണം, അല്ലെങ്കിൽ പുറത്താക്കണം എന്നുള്ള ആവശ്യം വന്നു. അവിടെയും തീർന്നില്ല. ആ പരീക്ഷ രണ്ടാമത് നടത്തി, പരീക്ഷ വിജയകരമായി നടത്തി കഴിഞ്ഞപ്പോൾ ഇതിന് കുറ്റക്കാരായ ആൾക്കാരെ മുഴുവൻ ശിക്ഷിക്കണം, സർക്കാർ തന്നെ ഇതിനകത്ത് മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, പ്രധാനമന്ത്രി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ ദിവസവും മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കായിരുന്നു നിരാഹാരം എന്ന് പറയുന്ന സമരമുറയിലേക്ക് മാറുമ്പോൾ, അതിൽ നിരാഹാരത്തിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെയുണ്ടല്ലോ, ചില പ്രമുഖരായ ആൾക്കാരൊക്കെ പങ്കെടുക്കുമ്പോഴാണ് നിരാഹാരത്തിന് കുറച്ച് തീവ്രത ഉണ്ടാകുമെന്നൊക്കെയാണ് ഒരു തെറ്റിദ്ധാരണയുള്ളത്. അങ്ങനെയല്ല, നിരാഹാരം ആര് കിടന്നാലും നിരാഹാരമാണ്. നിരാഹാരം സമരം നടത്തി ഒരാളുടെ ജീവഹാനി ഉണ്ടാകുക എന്ന് പറഞ്ഞ വലിയ ഒരു വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും യുവതലമുറയുടെ പ്രതീകങ്ങളെന്നോ പ്രതിനിധികളെന്നോ സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവർ ഇതിന് സമരത്തിന് മുമ്പിൽ നിന്നു, ബഹളമുണ്ടായി, സമരമായി. അങ്ങനെ ഒരു പ്രമുഖ വ്യക്തി, ഞാൻ പേരും നാളും ഒന്നും ആരുടെയും പറയുന്നില്ല, പ്രമുഖ വ്യക്തി ആ സമരമുഖത്തുണ്ടായിരുന്നു. അദ്ദേഹം സമരം നടത്തി. ആ സമരം നടത്തിയ ആളിൻ്റെ ആരോഗ്യം മോശമായ സമയത്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ചികിത്സാ സംവിധാനത്തിന്, ആരോഗ്യ പരിപാലനത്തിന് ആശുപത്രിയിലേക്ക് മാറ്റി. അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഇങ്ങനെ നിരാഹാരം എന്നൊക്കെ പറഞ്ഞൊരു ഘട്ടം കഴിയുന്ന സമയത്ത് ആത്മഹത്യക്ക് കേസെടുക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാകാതെ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ഞങ്ങൾ പറയുന്ന ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ള ഡിമാൻഡ് ഒന്ന്. അത് കഴിഞ്ഞ സമയത്ത് ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളനം ജൂലൈ 20 പാർലമെൻറ്റിൻ്റെ സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇതിനകത്തൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. ആ ഔട്ട്ബ്രേക്കാണ് ഇന്നത്തെ ഈ ആക്രമണ സമരത്തിൻ്റെ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അത് അപകടകരമായ, വളരെ ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയായിരിക്കുന്നു. ആസൂത്രിതമായി നടത്തിയ ഒരു സമരത്തിൻ്റെ സമാപ്തി എന്നല്ല, ഒരു പുതിയ തുടക്കമാണ്. രക്തം ചിന്തിക്കൊണ്ടുള്ള സമരം, നിരാഹാരത്തിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ അക്രമത്തിലേക്ക് മാറിയ ആ സമരം എന്തിനായിരുന്നു, അതിൻ്റെ പിറകിൽ എന്തായിരുന്നു ലക്ഷ്യം, ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.